ഹലോ ഗായ്സ്, എസൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ പറ കുഞ്ഞി, എവിടെ പോവാന്ന് പറ കുഞ്ഞി. സ്വാഗതം. ആള് വണ്ടിയിൽ കയറിയിരിക്കണം, അത്ഭുതത്തിലാണ്. അപ്പൊ നമ്മളെവിടെ പോവാ? ബേബിയുടെ ആദ്യത്തെ ലോങ് റോഡ് ട്രിപ്പ് ആണല്ലേ? അയ്യേ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാണേ. ഇപ്പൊ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഗ്യാസ് കെട്ടാൻ വേണ്ടിട്ട് നമ്മളിപ്പോ എവിടെ എത്തി? പള്ളിക്കര എത്തി. അപ്പോൾ വിചാരിച്ചാണ്, പക്ഷെ ഇതുള്ളതുകൊണ്ടൊന്നും നടന്നില്ല. ഇറങ്ങാൻ നേരത്തെ തന്നെ ഇച്ചിരി ഉടക്കായിരുന്നു. വഴി എത്തിയപ്പോ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടാണ് ഇപ്പൊ പറയണേ. ഇങ്ങനത്തെ പരിപാടിയുള്ള ദിവസമൊക്കെ ആൾക്ക് രാത്രി തീരെ ഉറക്കമുണ്ടാവില്ല, നമ്മളെ ഉറക്കൂല. ഒരു കണക്കിന് എടുത്തു പോകുന്നേക്കാണ്. രാവിലെ മേലൊക്കെ കഴിച്ചു, നല്ല സന്തോഷത്തിലാണ്. അപ്പൊ ഞങ്ങള് പോണ വഴി എല്ലാവർക്കും അറിയാം, മൂന്നാർ പോണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ക്ലിപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്യാം. കുറെ നാളായിട്ടൊരു കണ്ടിന്യൂസ് വ്ളോഗ് എടുത്തിട്ട് ഓക്കെ. ചിരിച്ചേ, പിടിച്ചു കൊടുക്കൂ കൊടുക്കൂ. ആടാ പോട്ടെ, ആടാ പോട്ടെ, ആടാ പോട്ടെ, ആടാ പോട്ടെ. അതിന്റെ സൗണ്ട് കൂട്ടി ചാടി എണീക്കുന്നേ. ആ വേണ്ട വേണ്ട, വിസിറ്റേഴ്സാ. സ്ഥലം എവിടെയാ? നമ്മളെ സ്ഥിരം പോണ റൂട്ടല്ല, വേറെ മറ്റേ കുട്ടമ്പുഴ വഴി ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു പോവായിരുന്നു. കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇങ്ങോട്ട് കേറിയപ്പോ തന്നെ റേഞ്ച്. മനസ്സിലായി. എപ്പോ ഇറങ്ങി? വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങി? ഇപ്പൊ നമ്മളെവിടെ എത്തി കുഞ്ഞു? ഒരുത്തിപ്പൊ അന്യായ തുപ്പലം പതപ്പിക്കലാണ്. അപ്പൊ ഇങ്ങനെ എപ്പോഴും നമ്മളൊരു തുണി വെച്ച് തുടച്ചോണ്ടേ ഇരിക്കണം. അല്ലേ അനു കുഞ്ഞാണ്. അതവിടെ കിടത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്നഗ്ഗിയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മളെവിടെ എത്തി? അടിമാലി. പുറത്തിരുന്ന് പുട്ടൊക്കെ കഴിച്ചു, കൈയൊക്കെ കഴുകി. ഞാൻ കഴിക്കണം, ഒരാള് നോക്കി, ആള് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കി. ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യപ്പോൾ അടിമാലി എത്തുമ്പോൾ വിളിക്കാനാണ് നമ്മുടെ ഹോം സ്റ്റേ എടുത്താണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ഞങ്ങളിപ്പോൾ കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് വീടൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും. റൂം ടൂർ നടത്തും, റൂം ടൂർ. ഫോണിലോട്ട് നോക്കണോക്കെ. ഇതാരാണ്? മൂന്നാർ വന്നേക്കണ ആരാ? നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ആരാണ് ഇവിടെ വിലാത്തണത്? ഇത് കണ്ടോ ഗൈസ്, മൾബറി.
മൾബറിയുടെ സൈസ് കാണണം. എൻ്റെ അമ്മോ, നമ്മുടെ അവിടെ എന്ത് കുഞ്ഞ്. ഞങ്ങളിവിടെ താഴത്തുള്ളതൊക്കെ പറിച്ച് തിന്നു കേട്ടോ. ഒരെണ്ണം കാണിച്ച്. ഇത് ചെറുതാ പക്ഷെ നല്ല പഴുത്ത, നല്ല ടേസ്റ്റ് ആണ്. ഇതാണ് വലിപ്പം. അയ്യോ, പറക്കണ്ട പറക്കണ്ട പറക്കണ്ട. കുഴപ്പമില്ല. മൾബറി അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചാമ്പപ്പൂവില്ലേ, ചാമ്പപ്പൂവിൻ്റെ ടൈപ്പ് സാധനം, ഒരു ഇലയുള്ളത്. പിന്നെ ഇതാ നമ്മുടെ മാതളനാരങ്ങയുടെ ചെടിയുണ്ട്. പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു ഏലത്തിൻ്റെ തോട്ടമുണ്ട്. ഇതാ മൾബറി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രഷ്. അത് ഫുള്ള് പഴുത്തിട്ടില്ല. മുട്ട ഓഫ് ചെയ്തോ? ഞാൻ ഓഫ് ചെയ്യാം. കുക്കിംഗ് മോഡാണ്. ബ്രെഡ്, ചപ്പാത്തി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. 2 മുട്ട തിളയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. ചായക്ക് ഉള്ള പരിപാടിയുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഫാനൊന്നും വേണ്ട കേട്ടോ, നല്ല തണുപ്പാണ്. ഇനി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വേറൊരു റൂം കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഫുള്ള് തുണിയും സാധനങ്ങളൊക്കെ വച്ചേക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ഹോം ടൂർ. അപ്പം ഇതാണ് നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പൊക്കെ. അടിപൊളി. എടുക്കണ്ടെന്നേ ഇടാന്ന് പറഞ്ഞു. ഉച്ചു ഓ പണക്ക. ഇതിൻ്റെ ഈ വീടിൻ്റെ അപ്പുറത്ത് തന്നെ എന്തുണ്ട്, വേറൊരു ഇവരുടെ തന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ്. ജോബിയും ജോഷി ഇങ്ങനെ 2 പേരുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് ഇത് രണ്ടും. അപ്പം ജോ ആൻഡ് ജോ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. നമുക്ക് എന്ത് വെറൈറ്റി. ജോ ആൻഡ് ജോ അല്ല, സൂര്യ സിനിമ പേരാ. ജോജോ എന്ന് പറയുന്നൊരു കോട്ടേജ്, ജോജോ കോട്ടേജ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. കുഞ്ഞാമി നമ്പർ ഇതിൻ്റെ താഴെ നമുക്ക് നമ്പർ കൊടുക്കാം. നോക്കി എന്ത് രസമാണ് ചെടികളൊക്കെ കാണാനായിട്ട്. പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ അതെ അടിപൊളി വെറൈറ്റി കണ്ടോ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി. ഇവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്കും വെള്ളം പോയേക്കുന്നതെന്ന് തോന്നുന്നു. ചെടി കാണാനൊക്കെ എന്ത് ഭംഗിയാ.
നമുക്കപ്പോൾ ഇപ്പുറത്തെ ടീമിൻ്റെയാണ് തന്നിരിക്കുന്നത്. ഇത് ഇപ്പുറത്തെ രണ്ടും ഏതോ ഇത് പണിത സമയത്ത് ഒരു ടീം തന്നെ പണിതിട്ടതാണ്. സെയിം കളർ കോമ്പിനേഷനൊക്കെ തന്നെയാണ്. ഇനി നമ്മളൊന്ന് ജംഗ്ഷൻ വരെ പോവാണ്. എവിടെ ജംഗ്ഷൻ? കല്ലാറ് ജംഗ്ഷൻ വരെ പോവാണ്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് സാമ്. അപ്പൊ അവന്റെ വൈഫ് ഹൗസ് ഇവിടെ ആനക്കുളത്താണ്. ആനക്കുളല്ലേ? അപ്പൊ ആന ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അവിടെ വരുമ്പോ തന്നെ നമുക്ക് കോള് വിളിക്കാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് കുഞ്ഞുമണിയുടെ ഉടുപ്പൊക്കെ മാറ്റി ഒരു ബൂട്ടീസ് ഒക്കെ ഇടിച്ചു. മിറ്റൻസ് വേണ്ട, അവർക്ക് ഓൾറെഡി ചൂടാണ്. അപ്പൊ ഞങ്ങളൊന്ന് സവാളയും കുറച്ച് പച്ചമുളകും കുക്കിങ്ങിനുള്ള ഐറ്റം. അപ്പൊ ഞാൻ മുട്ട പുഴുങ്ങാനൊക്കെ വെച്ച് മുട്ടയായിട്ടുണ്ട്. ഇത്രയും ചുട്ടു. ഹായ് ഗായ്സ്, നൈറ്റായി. ഞങ്ങൾ വേറെ എവിടെയും പോയില്ല. കുറച്ച് സവാള, പരിപ്പ്, മണ്ണാങ്ങാട്ടൊക്കെ മേടിച്ചു. കുറച്ച് സവാളയും പച്ചമുളകും 2 സെറ്റ് മാഗിയും വാങ്ങിച്ചു. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആന നോക്കിയപ്പോ 7 മണി കഴിഞ്ഞപ്പോ ഒരു ആന വന്ന, പിന്നെ 9 മണി കഴിഞ്ഞപ്പോ 5 ആന ആനക്കുളത്തുണ്ട് നിലവിൽ. പക്ഷെ നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. ഒന്നാമത് കുഞ്ഞ് നല്ല ഉറക്കമാണ്. പിന്നെ ഇവിടുന്ന് 18 കിലോമീറ്റർ ഉണ്ട് ആനക്കുളത്തേക്ക്. നമ്മളിപ്പോൾ കല്ലാറാണ് സ്റ്റേ. അപ്പോൾ പോകുന്നത് റിസ്ക്കാണ്. രാത്രി ഹൈവേ കയറി ഇറങ്ങുന്ന കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ രണ്ടുപേരാണെങ്കിൽ നമ്മൾ എന്തായാലും പോയേനെ. വാഗമണ്ണുണ്ട്, നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. തണുപ്പുണ്ട് അത്യാവശ്യം നന്നായിട്ട്. ഞാനായി ഷാമ്പൂ കൂട്ടി നല്ലോണം ഒന്ന് കുളിച്ചു. ഇന്ന് രാവിലെ തല നനയ്ക്കാണ്ടാണ് രാവിലെ ഇറങ്ങിയത്. എൻ്റെ അമ്മ, ഇതൊക്കെ കാണാൻ എന്താ പറയാ, ഇങ്ങനെ തണുപ്പൊക്കെ അനുഭവിക്കുമ്പോൾ ഇവിടെ 2-3 ഡിഗ്രി തണുപ്പും കൂടി ഉണ്ടാവും. അതെ, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ കയറുമ്പോഴത്തേക്കും, ടോപ്പ് സ്റ്റേഷൻ അല്ല, മൂന്നാർ മെയിൻ മാർക്കറ്റൊക്കെ എത്തുമ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം തണുപ്പ് അവിടെ വരുമ്പോൾ ഇങ്ങനെ. അവൾക്ക് തീരെ തണുപ്പില്ല കേട്ടോ. അവള് നല്ല സുഖിച്ചുറങ്ങുന്നുണ്ട്. ഞാൻ ഫീഡ് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ തലയൊക്കെ വേർതിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അവർക്ക്. ഇവിടെ നൈറ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് ഉണ്ട്. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് ഭംഗിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിട. ഇതിൻ്റെ ഇല ഇസ് ലൈക്ക് നമ്മുടെ വെറ്റിലയുടെ ഇല, തനി വെറ്റിലയുടെ ഇലയാണ്. അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഇലയുടെ. വെറ്റിലയുടെ ഇലയുടെ അത്ര കട്ടിപ്പില്ല. ഇവിടെയൊക്കെ നൈറ്റ് വന്നിരിക്കാൻ എന്ത് രസമാണ്. ഇവിടെ കണ്ട ഒരു ഗ്രീൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ടോമി, ജിമ്മി, ജാക്സ, കുർണു, എന്താ നിന്റെ പേര്? ദൈവനെ കൊണ്ട് ഞങ്ങൾ വിളിച്ചാ. ഇനി ഇവിടുത്തെ കാടാന്ന് തോന്നുന്നു. മുത്തു, ജാങ്കോ, മാങ്കുളം ജിമ്മി നിലത്തിട്ട് എന്നോളൂ.
ഹലോ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല ഗൈസ്. നോക്കി ഇവിടെ രാത്രി നല്ല സുഖം ഉണ്ടായിരുന്നു. ഫാനൊക്കെ ഞങ്ങൾ ഇട്ടിട്ടാണ് കിടന്നത്. എത്ര മണിയായപ്പോൾ 12 മണിയായപ്പോഴത്തേക്കും ഫാനൊക്കെ ഓഫ് ചെയ്തു. എന്താ ഇവിടെ ജനൽ കാണിച്ചു തരാം. അമ്പേ ഒയ്യോ ഇവക്ക് തണുക്കും. ആഹാ എന്താ രസം. സൂര്യൻ വന്ന് ഇതേ കണ്ട. എനിക്കറിയൂടാ എന്ത് രസാ മോർണിംഗ്. ഇവിടെയൊക്കെ വന്ന് വീട് വാങ്ങിച്ച് നമ്മൾ താമസിക്കണം ഗൈസ്. ഞാൻ ഒരുത്തിനെ ടമ്മി ടൈമിൽ ഇട്ടേക്കാ. ചിരിച്ചേ ഡി ചിരിച്ചേ. ക്യാമറ ചിരിക്കേണ്ടതാണ്. ഓ ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ല കുറച്ചേരെ. ആളവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഹുഡീസൊക്കെ ഇടിപ്പിച്ചു എങ്ങാനും തണുത്താലോ എന്ന് വിചാരിച്ച്. ചായ റെഡി. ഓക്കെ പുറത്തേക്ക് കുടിക്കാം. കട്ടൻ ചായ ആണോ നിനക്ക്? ഇങ്ങയല്ലേ ഇപ്പൊ കുടിച്ചത്? ഫുൾ ടാങ്ക് അടിച്ചിട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. ഇനി അവക്ക് ഇങ്ങയും പിന്നെ വേണമെന്ന്. അടിപൊളി വൈബാണ്ട്, ഒന്നും പറയാനില്ല. അപ്പം ഇന്ന് നേരം പോലെ നോക്കുകയാണ്. നല്ല തണുപ്പും ബഹളമൊക്കെ ഉണ്ട്. അപ്പം ഇന്നലത്തെ കാര്യങ്ങളും കാഴ്ചകളും നമ്മളെല്ലാവരെയും കാണിച്ചു ഇട്ടു. വീഡിയോ ഒക്കെ ആയിട്ടെടുത്തു. വീഡിയോ ഭയങ്കര ലെങ്ത് ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നലത്തെ ഒരു ഡേ പാർട്ട് 1 ആയിട്ട് എടുത്തിട്ട് ബാക്കി പാർട്ട് 2 ആയിട്ട് എടുക്കാനാ. സൂര്യപ്രകാശം വൈറ്റമിൻ ഡി ഒക്കെ ഇന്നത്തെ പോക്കും വരവൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് കാണിക്കണമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ തന്നെ പാർട്ട് 2ന്റെ പരിപാടി ആരംഭിക്കും. കാരണം ഇപ്പൊ തന്നെ രാവിലെ 7 മണി കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഇറങ്ങി കഴിഞ്ഞാലാണ് രാത്രിക്കുള്ളിൽ ഇറങ്ങി തിരിഞ്ഞ് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നും നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ. നാളെ നമ്മൾ പോകത്തുള്ളൂ. നാളെ രാവിലെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങും. എന്നിട്ട് എവിടെയൊക്കെ ഇറങ്ങിയിട്ട് നേരെ വൈകുന്നേരം വീട്ടിലെത്താൻ പാകത്തിന്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നമ്മൾ അതിൻ്റെ ഒപ്പമാണ് അടുത്ത വീഡിയോയിൽ കാണാം.